നമസ്കാരം. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളികൾ ചോർത്തിയ കേസിൽ നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായ PV അൻവറിന് വീണ്ടും ഹൈക്കോടതി നോട്ടീസ്. ഫോൺ കോളുകൾ ചോർത്തിയതായിട്ടുള്ള അൻവറിന്റെ വെളിപ്പെടുത്തലിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. ഹർജിയിൽ ഹൈക്കോടതി അൻവറിന് നേരത്തെ നോട്ടീസ് അയച്ചെങ്കിലും കൈപ്പറ്റിയിരുന്നില്ല. ഇതോടെയാണ് വീണ്ടും നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചത്. സൈബർ ക്രൈം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചെന്നും FIR-ലുണ്ട്. ഈ കേസിലെ ഹൈക്കോടതിയുടെ തുടർ നടപടികൾ നിർണായകമാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം ഫോൺ ചോർത്തിയെന്ന വിഷയത്തിൽ അൻവറിനെതിരെ കേസെടുക്കാൻ തെളിവില്ലെന്ന് പോലീസ് നിലപാടെടുത്തിരുന്നു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയെന്ന അൻവറിന്റെ വെളിപ്പെടുത്തലിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. അൻവർ ഫോൺ ചോർത്തിയെന്ന പരാതിയിൽ മലപ്പുറം DYSP പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ കേസെടുക്കാവുന്ന ഒന്നും കണ്ടെത്താത്തതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ട്. തുടർന്ന് ബെഞ്ച് ഈ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. നിയമവിരുദ്ധമായി താൻ ഫോൺ ചോർത്തിയെന്ന് അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചതാണെന്നും ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വർണ്ണക്കടത്ത്, കൊലപാതകം ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഫോൺ ചോർത്തിയതെന്നായിരുന്നു അൻവർ പറഞ്ഞത്. എന്നാൽ ഇത് സ്വകാര്യതയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അടക്കമുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്നും തന്റെ ഫോൺ അൻവർ ചോർത്തിയെന്ന് സംശയമുണ്ടെന്ന് കാട്ടിയാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഫോൺ കോളുകൾ എങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യണമെന്നോ അതിനായി ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചും തനിക്കറിവില്ലെന്ന് അൻവർ മൊഴി നൽകിയതായി സർക്കാർ വിശദീകരിച്ചിരുന്നു. ഫോൺ കോളുകൾ എങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യുമെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരു ഫോൺ ഉപയോഗിച്ച് വാട്സാപ്പിലൂടെ തന്റെ ഫോണിൽ വന്ന ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ഇന്റർസെപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് MLA മറുപടി നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു. 1/1/2022 മുതൽ 10/9/2024 വരെയുള്ള കാലയളവിൽ വയനാട്, കോഴിക്കോട് റൂറൽ, മലപ്പുറം ജില്ലകളിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ആൻഡ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നിവർ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ ചോർത്തിയെന്ന ആരോപണത്തിൽ MLA-മാരുടെയോ മന്ത്രിമാരുടെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെയോ ടെലിഫോൺ നമ്പറുകൾ ചോർത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു. അൻവറിന്റെ ഫോൺ ചോർത്തൽ ആരോപണത്തിൽ തോമസ് K. പീലിയാനിക്കൽ എന്ന വ്യക്തിയുടെ പരാതിയിലും കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ADGPയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ ഫോൺ അടക്കം ചോർത്തിയെന്ന് അൻവർ ആരോപിച്ചിരുന്നു. താനും ഫോൺ ചോർത്തിയെന്ന് അൻവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു. മലപ്പുറം പോലീസിലെ മോഹൻദാസ് എന്ന ഉദ്യോഗസ്ഥനെ SP സുജിദാസ് ഫോൺ ചോർത്തലിന് ഉപയോഗിച്ചതായും അൻവർ ആരോപിച്ചിരുന്നു. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒപ്പില്ലാതെയാണ് PV അൻവർ പത്രിക സമർപ്പിച്ചതെന്ന് TMC സംസ്ഥാന അഡ്ഹോക് കമ്മിറ്റി പ്രസിഡന്റ് CG ഉണ്ണി വ്യക്തമാക്കിയിരുന്നു. ഒരേ സമയം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സരിക്കാൻ അൻവർ 2 സെറ്റ് പത്രിക സമർപ്പിച്ചത് ചട്ടലംഘനമാണ്. അൻവർ ചെയ്ത ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി വരണാധികാരിക്ക് പരാതി നൽകിയെന്നും CG ഉണ്ണി വ്യക്തമാക്കിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ 1 സെറ്റ് പത്രിക തള്ളുകയും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് TMC നേതാവിന്റെ വിമർശനങ്ങൾ. ഒരേ സമയം തൃണമൂൽ സ്ഥാനാർത്ഥിയായും സ്വതന്ത്രനായും പത്രിക കൊടുക്കുക വഴി അൻവർ പാർട്ടിയെയും അണികളെയും വിഡ്ഢികളാക്കിയെന്ന് CG ഉണ്ണി കുറ്റപ്പെടുത്തി. അൻവറിന്റെ തറവാട് സ്വത്തല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന് മനസ്സിലാക്കണം. മലപ്പുറം ജില്ലാ കളക്ടർക്കും വരണാധികാരിക്കും തൃണമൂൽ സംസ്ഥാന കമ്മിറ്റി പരാതി സമർപ്പിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സൂക്ഷ്മ പരിശോധനാ വേളയിൽ അൻവറിന്റെ പത്രിക തള്ളിയത്.